ഒരു വലിയ സമ്പന്നനായ വലിയൊരു ബിസിനസ്സുകാരനാ. അദ്ദേഹം ഒരിക്കല് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വീട്ടില് ഞാനും ഭാര്യയും തമ്മിൽ ഭയങ്കര ഞാനും ഭാര്യയും തമ്മിൽ എന്നും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്റെ മകനും ഭാര്യ എന്നും പ്രശ്നമാണ്, മകളും ഭർത്താവും ഒരിക്കലും യോജിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയാ. നമുക്ക് അങ്ങനെ ആദ്യം തോന്നില്ല, നമ്മളെ കുഴപ്പമല്ല വീടിന്റെ കുഴപ്പമാണ്. അങ്ങനെയാണ് പൊതുവെ നമ്മളൊക്കെ സ്വഭാവം. എന്താ വെച്ചാല് ഈ പിന്നെ ചികിത്സ ചെയ്യുന്ന ഉസ്താദുമാരത്തൊക്കെ പോയി കഴിഞ്ഞാല് ഒരു ഉസ്താദ് പറയാ, ഉസ്താദിന് 2-3 ആളുകൾ വന്നിട്ട് വിഷമം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീം 70 വട്ടം ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറയാ, ഉസ്താദ് അതല്ല, വേറെ എന്തെങ്കിലും ഒന്ന് വരച്ചു തരുന്നാലൊരു സമാധാനമുള്ളൂ. ദിക്റല്ലാതാവൂല. ലക്ഷദ്വീപിൽ പോയപ്പോൾ ഒരു ചങ്ങാതിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല, അതുകൊണ്ട് ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു. ഞാനോട് പറഞ്ഞു, മക്കളില്ലെങ്കിൽ ഇതിന്റെ കാണാമെന്ന് ഞാൻ വിവരം എന്ത് ചെയ്യാ, ഞാൻ വാഴ കഴിഞ്ഞിട്ട് റൂമുക്ക് വന്നപ്പോൾ ഞാനോട് പറഞ്ഞു, സുബഹിന്റെ മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം. അവൻ എനിക്ക് മക്കളെ വേണ്ടാന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോയി. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ അവർക്ക് ആലോചിക്കാൻ പോലും വയ്യാത്ത സാധന. അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾ തീരാന് വീട്ടിന്റെ ചുമര് പൊളിച്ചോണ്ടോ അല്ലെങ്കിൽ കോയിമുട്ട അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലൊന്നും മാത്രം തീരുന്ന കേസൊന്നുമല്ല നമ്മളെ കേസുകൾ. കോയിമുട്ട പീടിയെന്ന് വാങ്ങിയിട്ട് തീരാന്നല്ലാതെ നമ്മളെ നാവും നമ്മുടെ കൽബൊക്കെ കുറച്ചൊക്കെ ദിക്ർ ചൊല്ലിയാൽ മാത്രമേ പ്രശ്നം പകുതി തീരുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇയാൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇയാളെ വീട്ടിക്ക് പോയിക്കോ. സുബ്ഹാനല്ലാഹ്, വീട്ടില് ഗേറ്റ് തുറന്നപ്പോ തന്നെ ഒരു 5-6 വാഹനങ്ങൾ നിർത്തി, നല്ല വിലപിടിപ്പുള്ള വാഹനം. അപ്പൊ അയാൾ പറഞ്ഞു, വാഹനം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിന് സമാധാനം ഇല്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. സമാധാനം ഉണ്ടായി ചെറിയൊരു കുടില് മതിയാ, വലിയ ഒരു വാഹനത. അങ്ങനെ ഇയാളെ വീട്ടുകൾ കയറുമ്പോ തന്നെ ബെല്ലടിച്ചിട്ട് ഇയാളെ ഭാര്യന്റെ പേര് സുബൈദാന്ന് നീട്ടിയിട്ടൊരു വിളിയ, സുബൈദാന്ന്. അപ്പൊ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങളെ വീടിനൊന്നല്ല കുഴപ്പം, നിങ്ങളെ തൊള്ളക്ക കുഴപ്പമുള്ളത്. അതെന്താ ഉസ്താദേ? നിങ്ങൾ നാളെ മുതൽ നിങ്ങളെ ഭാര്യനെ സുബൂന്ന് വിളിച്ചോക്കണ്ട്, നിങ്ങളെ വീട്ടിൽ എല്ലാ പ്രശ്നവും മാറുവായിരുന്നു. ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് ബാലുശ്ശേരിക്കടുത്ത് അറപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദിവസം ഇങ്ങനെ വയത് അറിയുമ്പോ ഞാൻ ഈ സംഭവമായിട്ട് കുടുംബജീവിതം ഈ വിഷയം അവിടെ പറഞ്ഞ് വയത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു 85 വയസ്സ് താടി നിരച്ചൊരു മനുഷ്യന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാന്നാണ്. എന്താന്ന് ചോദിച്ചു. എന്റെ ഭാര്യന്റെ പേര് ആമീന എന്നാണ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹ, ഞാൻ ഓൾ ആമീന വിളിക്കുക, ഓക്ക് ഭയങ്കര ഇഷ്ടനോട്. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനിയിപ്പോ നാളെ ആരും തന്നെ പേര് മാറ്റാൻ വേണ്ടി ആശങ്കാശാപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തതായിന്ന് പല ആളുകൾക്കുള്ള കുഴപ്പം. ഞാനിപ്പോ മോളേന്ന് മോളോന്ന് വിളിച്ചാൽ സ്വന്തം ഭാര്യന്റെ വീട്ടുകാർ വിളിക്കുന്ന ഇഷ്ടപ്പെട്ട പേരുണ്ടാവും, കുഞ്ഞോളെന്ന്. ഈ പേര് നമ്മള് വിളിച്ച ഓളെല്ലാ ടെൻഷനും മാറും. പക്ഷെ അത് വിളിച്ചാൽ ഞാനിപ്പോ താന്നോ എന്നുള്ള തോന്നല ചില ആളുകൾക്ക്. എന്താ, ഈ പുരുഷന്മാരുടെ മനസ്സിൽ ചില അഹങ്കാരങ്ങളുണ്ട്. ഞാനൊരു വലിയ ആളാണ്, സംഗതികളൊക്കെ വലിയ ആളാണെങ്കിലും ചില സ്ഥലത്ത് നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ടി. എന്റെ അടുത്തൊരു കിതാബുണ്ട്, അസ്സബ്റു അല സൗജാത്ത് എന്ന് പറയും. ഭാര്യമാരുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ച മഹാന്മാരുടെ ചരിത്രം പറയുന്ന കിതാബ്. അതിൽ ഒന്നാമത്തെ ആള് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഭാര്യ പലപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതകൾ, വീട്ടിലിങ്ങനെ പല പ്രശ്നം ഉണ്ടാക്കും. അപ്പോ വീട്ടിൽ വന്ന അതിഥികൾ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഈ ഭാര്യനെ ഒഴിവാക്കി കൂടെ? അപ്പൊ അഹ്മദുൽ കബീർ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാൻ ഇതിനെ ഒഴിവാക്കൂല. കാരണം ഇതിനെ ഒഴിവാക്കിയ ഇതിന്റെ സ്വഭാവം അത്രയും മോശം സ്വഭാവം. ഇതിനെ ഒഴിവാക്കിയാൽ വേറെ എത്തിയാൽ ആരെങ്കിലും തച്ചു കൊന്നു. അതുകൊണ്ട് ഞാൻ അതിന് സ്പോറ്റ് നന്നാക്കി സ്വർഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, സ്വന്തം ഭാര്യമാരെ സ്നേഹിക്കുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകൾക്ക് പോലും വലിയ സ്വാധീനമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് എങ്ങനെയാണ് മുത്തുനബി തങ്ങൾ പെരുമാറിയതെന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ആ മുത്തുനബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് വന്നിട്ട് സ്വഹാബത്ത് ചോദിക്കാണ്, കൈഫ കാന റസൂലുള്ളാഹ്, എങ്ങനെയാണ് ഹബീബായ തങ്ങൾ നിങ്ങളോട് പെരുമാറിയത്? അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മഹദിമാര് പറയുന്ന വാക്കെന്താന്നറിയോ? മുത്ത് നബി തങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങൾ
ഞങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങളുടെ കൂടെ ഭക്ഷണം പാകം ചെയ്യാൻ വരാറുണ്ട്, ഞങ്ങളുടെ കൂടെ വസ്ത്രം അലക്കിത്തരാറുണ്ട്, ഞങ്ങളുടെ കൂടെ ആടിന്റെ പാല് കറന്നു കൊണ്ടുവരാറുണ്ട്, ഞങ്ങളോടൊപ്പം മാംസം മുറിക്കാൻ വരാറുണ്ട്, ഞങ്ങളോടൊപ്പം തമാശ പറയാറുണ്ട്, ഞങ്ങളോടൊപ്പം കളിയിലേർപ്പെടാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എങ്ങനെയാവണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞപ്പോ കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ അലിയാരുടെ വീട്ടിലേക്ക് മുത്തുനബി തങ്ങളാകുന്ന അമ്മോശൻ വരുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അലി ഞാൻ അങ്ങോട്ട് വരാ, എന്നിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി. അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയോ പിറ്റേന്ന് പകലോ പെൺകുട്ടിയുടെ ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഭർത്താവിന്റെ വീട്ടിലൊന്നു പോവാറുണ്ട്. നമ്മുടെ പൂർവീകരായ ആളുകൾ വലിയ മഹാന്മാരാണ്, അവര് സ്ഥാപിച്ച കുറെ കാര്യങ്ങളൊക്കെ മുത്തുനബി തങ്ങളെ നേരിട്ട് ഫോളോ ചെയ്തതാണ്. നമ്മളിങ്ങനെ കരുതും ഇതൊക്കെ എവിടെ നിന്നുണ്ടായതാന്ന്. ഒക്കെ മുത്തുനബിയുടെ ജീവിതത്തെ ആ നിലക്ക് പച്ചയായി പകർത്തിയവരാ. എന്നോട് ഈ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, ഉസ്താദേ ഈ പാല് കാച്ചണ പരിപാടി ഉണ്ടല്ലോ, പല പരിപാടിക്ക് പാല് കൊടുക്കുക, ഇതിന് വല്ല തെളിവുണ്ടോ? ഞാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കിതാബുണ്ട്, ഏതാണ്ട് ഒരു 500ഓളം പേജുകൾ. ആ കിതാബ് പൂർണ്ണമായി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന്റെ കഥയിൽ കാണുന്നുണ്ട്, ആയിഷ ബീബിയുടെ വിവാഹം കഴിയുന്നത് നിക്കാഹ് കഴിഞ്ഞ് വീട് കൂടുന്നത് മദീനയിൽ വെച്ചുകൊണ്ടാ. മദീനയിൽ ആയിഷ ബീബിയുടെ ഉമ്മ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ, മഹദിയും അതുപോലെ ആയിഷ ബീബിയുടെ കൂട്ടുകാരികളൊക്കെ ആയിഷ ബീബിയെ അണിയിച്ചൊരുക്കി മണവാട്ടിയായിട്ട് ആയിഷ ബീബിയെ കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ മണിയറയിലേക്ക്, മണിയറ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൊച്ചു കുടിലാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അതിനൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ആ കൊച്ചുകുടിലിൽ ഒരു നല്ല ഈത്തപ്പനയുടെ മട്ടല് കൊണ്ടുള്ള കട്ടിലുണ്ടായിരുന്നു, ഈത്തപ്പനയുടെ ഓല കൊണ്ടുള്ള പായുണ്ടായിരുന്നു. എന്റെ ഉമ്മ ആ റൂമിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുമ്പോ എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് തന്നിരുന്നു. മണിയറയിലേക്ക് ഭർത്താവിന്റെ സമീപത്ത് ഭാര്യ കടന്നു ചെല്ലുമ്പോ ഒരു ഗ്ലാസ് പാലുമായിട്ട് പോവണമെന്ന് നമ്മുടെ പൂർവീകര് കണ്ടെത്തിയത് അവിടെ നിന്നാണ്. പാല് വലിയ ബറക്കത്തുള്ള പാനീയമാണ്. മിഅ്റാജിന്റെ രാവിൽ മുത്തുനബി തങ്ങൾക്ക് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വെച്ച് കൊടുത്തതൊന്ന് പാലും മദ്യവുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പാല് തെരഞ്ഞെടുത്തു. അതിനെ അല്ലാഹു വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് മണിയറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഞാൻ കയറി ചെല്ലുമ്പോ ഒരു ഗ്ലാസ് പാലുമായിട്ട് പോയി. എന്റെ കയ്യിൽ ഞാനും നാണിച്ചു കുലുങ്ങിയിട്ട് ആ ഗ്ലാസ് ഹബീബിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. മുത്തുനബി തങ്ങൾ പകുതി കുടിച്ചതിന്റെ ശേഷം പകുതി എനിക്ക് വെച്ചു നീട്ടി. ആദ്യ രാത്രിയിൽ എന്താണ് മണിയറയിൽ കാണിക്കേണ്ടതെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടല്ല പഠിക്കേണ്ടത്. മിൻ ഹയാത്തി റസൂലില്ലാഹ് വിധങ്ങളിലുണ്ട്. ഇരിക്കട്ടെ, അള്ളാന്റെ ഹബീബ് അലിയാരുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഫാത്തിമയുടെയും അലിയുടെയും മധ്യത്തില് മുത്തുനബിതങ്ങൾ ഇരുന്നു. എന്നിട്ട് അലിയാര് മുത്തുനബിതങ്ങളോ അലിയാരോട് പറയുന്നു, ഓ അലി, ഫാത്തിമാന്റെ തലയിലൊന്ന് കൈവെക്കണോ? എന്നിട്ട് നീ ചൊല്ലേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി
അസ്അലുക ഖൈറഹാ വഖൈറ മാ ജുബിലത് അലൈഹാ. ഫാത്തിമാനെ തലയിൽ കൈവച്ചിട്ട് ഒരു പുരുഷൻ ഭാര്യക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാര, പടച്ചോനെ എന്റെ വീട്ടിലേക്ക് എന്റെ ഇണയായി വന്നിരിക്കുന്ന ഈ മോളുടെ എല്ലാ ഖൈറിനെയും ഞാൻ ചോദിക്കുന്നു, അവള് കാരണത്താൽ കുറെ ഖൈർ എനിക്ക് നൽകണം. കാരണം നോക്കുകള്, ഒരു ഭർത്താവിന്റെ, ഒരു പുരുഷന്റെ ജീവിതത്തിന്റെ ഖൈറായിട്ടാണ് ഒരു ഇണയെ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഇവളിങ്ങോട്ട് വന്ന് കയറുന്നത് ഖൈറാണ്, ഇവളിലൂടെ എനിക്ക് ഒരുപാട് ഖൈർ കിട്ടണം എന്ന ദുആ മുത്തനബി പഠിപ്പിച്ചു കൊടുക്കുക. വഅഊദു ബിക മിൻ ശർരിഹാ. പടച്ചവനെ, ഫാത്തിമയിൽ എന്തെങ്കിലും ദുസ്വഭാവമുണ്ടെങ്കിൽ എനിക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. വശർരി മാ ജുബിലത് അലൈഹാ. അവള് കാരണത്താൽ എന്തെങ്കിലും ശർറ് വരാനുണ്ടെങ്കിൽ അതിനെ തൊട്ടും ഞാൻ കാവല് തേടുന്നു അല്ലാഹ്. ഭാര്യന്റെ തലയിൽ കൈവച്ചിട്ട് ഭർത്താവ് നടത്തേണ്ട പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട്. എത്രയോ മഹാന്മാരെ സംഭവങ്ങൾ പറയാൻ കഴിയും. ഭാര്യമാരുടെ ഖൈർ ലഭിച്ചുകൊണ്ട് വലിയ ആളുകളായ, ലോകത്ത് വന്ന വലിയ മഹാന്മാരെ ചരിത്രമൊക്കെ പഠിച്ചു നോക്കിയാൽ ആ മഹാന്മാരുടെ ചരിത്രത്തിന്റെ പിറകിലൊക്കെ നല്ലൊരു ഭാര്യയുടെ ത്യാഗം ഉണ്ടാകും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ശാഫി ഇമാമിന്റെ ജീവിതത്തിന്റെ കാതൽ ഇമാം ശാഫിഈ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കാവൽ ഉമ്മയാണ്. ഇമാം ബുഖാരി തങ്ങളെ വളർത്തിയത് ഉമ്മയാണ്. ഏത് മഹാന്റെയും ജീവിതത്തിൽ ഉമ്മമാരുടെ ശക്തമായ പക്വതയും ഇടപെടലുമുണ്ട്. കാരണോ ഭർത്താക്കന്മാരുടെ ആത്മാർത്ഥമായ ദുആണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജുബിലത് അലൈഹാ. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാണ്, ഓ അലി, നിങ്ങൾ രണ്ടുപേരും ഒപ്പം നിസ്കരിക്കണേ. ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാവണോ? ഗ്യാരണ്ടി പറയുന്നു, ദിവസത്തിൽ ഒരു വക്തെങ്കിലും ഭർത്താവ് ഇമാമ് നിന്ന് ഭാര്യ മഅ്മൂമായിട്ട് നിസ്കരിക്കട്ടെ. രണ്ടുപേരുടെയും മനസ്സിൽ അല്ലാഹു ഇഷ്ടം നൽകുന്നതാണ്. രണ്ടുപേരും ഒപ്പം ഖുർആൻ ഓതണോ? ഭർത്താവിന്റെ ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ്. ഭാര്യ പറഞ്ഞു, നിങ്ങളെ വാപ്പന്റെ ആണ്ടല്ലേ ഇന്ന്, നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു യാസീൻ ഓതിയാലോ? രണ്ടുപേരും ഇരുന്നിട്ട് യാസീൻ ഓതുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇഷ്ടമാണ്. അതേ, ഭാര്യന്റെ വാപ്പന്റെ ആണ്ട് വന്നപ്പോ ഭർത്താവ് പറഞ്ഞു, എടി അന്റെ വാപ്പന്റെ ആണ്ടല്ലേ ഇന്ന്, നമുക്കും ഒരു യാസീൻ ഓതാലോ? അങ്ങനെ പരസ്പരം ഒപ്പം ഖുർആൻ ഓതണോ? ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുമ്പോ രണ്ടുപേരും ഇരുന്നിട്ട് ഒരൽപ്പം ദിക്ർ ചൊല്ലണോ? ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ചൊല്ലണോ? അങ്ങനെ ഒരു 100 ദിക്റെങ്കിലും ചൊല്ലാൻ ആകെ 1 മിനിറ്റും 17 സെക്കൻഡും മതി. അങ്ങനെ ദിക്ർ ചൊല്ലണോ? ഒപ്പം ഒന്ന് ദുആ ചെയ്യണം. ഭർത്താവ് കൈനീട്ട, പടച്ചോനെ എന്നെയും എന്റെ ഭാര്യ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഭാര്യ വേക്കുന്ന ആമീൻ പറയണോ? ഭാര്യ ദ്വാർക്കുമ്പോ ആ ഭർത്താവിനും ആമീൻ പറയാ. അങ്ങനെ ഒപ്പം നിസ്കരിച്ച്, ഒപ്പം ഖുർആൻ ഓതി, ഒപ്പം ദിക്ർ ചൊല്ലി, ഒപ്പം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചോളൂ. ഭർത്താവ് നേരത്തെ വന്ന് ഭക്ഷണം കഴിച്ച് വേഗം മൊബൈലിൽ കളിക്കാൻ പോവലല്ല. ഭാര്യ നേരത്തെ ഭക്ഷണം കഴിച്ച് ഭർത്താവിന് വിളമ്പലല്ല. രണ്ടുപേരും ഒപ്പം ഇരുന്നു കൊണ്ട് മക്കളുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അവർക്കിടയിൽ വല്ലാത്ത സ്നേഹമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുടുംബ കോടതിയിലേക്ക് മണ്ടുന്നതിന്റെ മുമ്പ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ മുമ്പ് പ്രശ്നത്തിന്റെ പരിഹാരത്തെ കുറിച്ച്, പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ടാവും, പ്രശ്നമില്ലാത്തൊരു വീടുണ്ടാവില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രത്യാസമായി. നമ്മളെ പ്രവർത്തകന്മാര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്, അല്ലെ? ബക്കറ്റുമായിട്ട് കാണുന്നില്ലല്ലോ.
ബക്കറ്റ് ആയിട്ട് അവിടെ ആരും പൈസ തരൂല, അങ്ങനെ കൊണ്ടുവരും. പൈസ എല്ലാരും കൈ പിടിച്ച് കുറെ നേരം കൈ കുഴഞ്ഞു, വേഗം കൊണ്ട് കൊടുക്കും ബക്കറ്റ് എല്ലാവർക്കും. അല്ലാഹു തആല സംഭാവന നമ്മളുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാണ്. ഈ പ്രവർത്തകന്മാര് വളരെ നല്ല വൃത്തിയിൽ ഈ മജ്‌ലിസൊക്കെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാ. അല്ലാഹു ആ മക്കൾക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. എല്ലാ ആളുകളും നല്ലോണം സഹായിക്കണം. നാളെ നമ്മുടെ ബുർദയുടെ മജ്‌ലിസിലെ ബുർദ വേദിയാണ്. സാദാത്തുക്കളും നല്ല മാദിഹീങ്ങളൊക്കെ വരും. എല്ലാ ആളുകളും നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവരൊക്കെ ഭാവിയിൽ SSFന്റെ പ്രവർത്തകര് വലിയ പ്രതീക്ഷയാണ്. ഈ കാലത്ത് ഒരു ചെറിയ വിളക്കാണ് SSFന്റെ പ്രവർത്തകന്മാര്. മാലിന്യങ്ങൾ എല്ലാ സ്ഥലത്തും നിറഞ്ഞുകൂടുമ്പോ ഒരു ചെറിയ വെട്ടം, ഒരു ചെറിയ വിളക്ക്, ഒരു മിന്നാമിനിങ്ങിന്റെ വിളക്കാണ് SSFന്റെ പ്രവർത്തകന്മാര്. 50 വർഷമായി നമ്മുടെ SSF പ്രവർത്തനം തുടങ്ങി. അൽഹംദുലില്ലാ. ഇന്ത്യയുടെ 22ഓളം സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയായി മാറിയ ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകനും ഈ നാട്ടിന്റെ വെളിച്ചമാണ്, വിളക്കാണ്. ഒരു മിന്നാമിനുങ്ങിന്റെ പ്രകാശം പരത്തുന്ന ആ പ്രവർത്തകന്മാർക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അവരെ നിങ്ങൾ സഹായിക്കണം. പൈസയില്ലാത്ത ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ വരും തലമുറയിൽ നോക്കൂ, നിങ്ങൾ 13 വർഷം മുമ്പ് ആരംഭിച്ച ഈ ബുർദയുടെ മജ്‌ലിസ് അടുത്ത തലമുറയിൽ കൈമാറി തുടങ്ങിയ ആളുകളല്ല ഇന്ന് ഇത് നടത്തുന്നത്. ഇപ്പോഴത്തെ SSFകാരാ. അങ്ങനെ ഓരോ തലമുറയിലും ഈ നന്മകൾ, ഈ പതാക പ്രവഹിക്കണം. അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങൾ പെടുത്തണം റഹ്മാനെ. ഇവിടെ സഹായിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. നാളെ വരുന്ന സമയത്ത് എല്ലാ ആളുകളും ഈ മജ്‌ലിസിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഭാര്യയുമായിട്ട് വലിയ പ്രശ്നമായപ്പോ അദ്ദേഹം പറഞ്ഞു, വല്ലാതെ എന്നെ ഉപദ്രവിച്ച ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, അമീറുൽ മുഅ്മിനീൻ ഖലീഫയോട് പരാതി പറയും. ഖലീഫയോട് പരാതി പറയുന്നപ്പോ ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ പോയി പറഞ്ഞിട്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കാണാമെന്നാണ്. ഈ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോ പരാതി പറയാൻ വന്നതാ. വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കുക അവിടെ. അപ്പൊ ഇയാള് പറഞ്ഞു, പടച്ചോനെ, ഇയാള് തിരിച്ചു, ഹാദാ കാനു ഹാലു അമീറുൽ മുഅ്മിനീൻ ഫകൈഫ കാന. ഇതിപ്പോ ഖലീഫന്റെ വീട് ഇങ്ങനെയാണ്. അപ്പൊ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ തിരിച്ചു പോകണം. അങ്ങനെയാണ് നമുക്ക്. അങ്ങനെയാണല്ലോ നമ്മള് ഒരു വിഷമം നമുക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വിഷമം കണ്ടപ്പോ ഉദാഹരണമായിട്ട് ചോറ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കരണ്ട് പോയി നമ്മൾ ആദ്യം ചെയ്യലെന്താ, അടുത്ത പുരയ്ക്ക് നോക്കൂ, അവിടെ കറണ്ട് ഉണ്ടോ? അവിടെ ഉണ്ടോ? എന്താ? പോയി, അൽഹംദുലില്ലാ. അവിടെയും പോയാൽ നമുക്ക് സമാധാനമായി. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അസ്വസ്ഥത ഭയങ്കര. അപ്പൊ നമ്മളെക്കാൾ വലിയൊരു വിഷമം കാണുമ്പോ നമുക്കൊരു സമാധാനം ആവാന്നുള്ളത്. അപ്പൊ ഇയാള് പറയാ, ഉമർ ഖലീഫന്റെ ഭാര്യ ഇങ്ങനെയാണ്, അപ്പൊ എന്റെ ഭാര്യ ഒന്നുമല്ല, ഞാനൊക്കെ വളരെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടക്കുക. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ, അദ്ദേഹത്തെ ഉമർ കണ്ടു, തിരിച്ചു വിളിച്ചു. എന്നിട്ട് വിഷയൊക്കെ ചോദിച്ചിട്ട് ഈ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വലിയ ഉപദേശമുണ്ട്. എന്താ ഉപദേശം എന്നറിയോ? നിങ്ങള് മനസ്സിലാക്കണം, എല്ലാ ലോകത്തുള്ള മുഅ്മിനീങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇങ്ങനൊക്കെ എന്റെ ഭാര്യ പല വിഷമങ്ങളൊക്കെ അഭിപ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാ. എന്താ? അവൾ ഒരുപാട് ത്യാഗം ചെയ്യുന്ന ആളാ. ഭാര്യമാര് ചെയ്യുന്ന ത്യാഗത്തിന് കിലോമീറ്ററിന്റെ കണക്കുണ്ടാവില്ല. നമ്മളിവിടുന്ന് ഈ വെറ്റമുക്കുന്ന് പിന്നെ നമ്മള് കരുനാഗപ്പള്ളിക്ക് പോയാല് അതിന് ടിക്കറ്റിന്റെ പൈസ കിലോമീറ്റർ ഒക്കെ നമ്മളെ വാച്ചുമ്പോ കാണും. ഭാര്യ രാവിലെ അടുക്കളയെന്ന് ബെഡ്റൂമിന്ന് അടുക്കളയ്ക്ക്, അടുക്കളയെന്ന് പിന്നെ വാഷ്റൂമിന്ന് പിന്നെ ആടുകൂട്ടുന്ന് പശുവിന്റെ കൂട്ടുക, അങ്ങനെ നടന്നിട്ട് എത്രയോ കരുനാഗപ്പള്ളി പോയ റൂട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും രേഖയിലുണ്ടാവില്ല. നമ്മള് പോയി തിരിച്ചെന്ന വേർപ്പവും വല്ലാത്ത കുഴക്ക് ക്ഷീണം തന്നെ AC ഇടലും കടക്കലും വെള്ളം കുടിക്കലും ഒക്കെ രേഖയിലുണ്ടാവും. ഭാര്യന്റെ ത്യാഗം എവിടെയും കാണൂല. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇങ്ങനൊക്കെ ത്യാഗം ചെയ്യുന്ന ഭാര്യ നമ്മൾക്ക് ഒരുപാട് സേവനം ചെയ്യുന്ന ഏത് സമയത്തും ആവശ്യമായ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി തരുന്നത് അവളാണ്. നോക്കൂ, നിങ്ങൾ എത്ര തിരക്കിന്റെ ഇടയിലും രാവിലെ സ്കൂളിൽ 4-5 മക്കള് മദ്രസയിലും സ്കൂളിലും പോവാനുണ്ട്. ആ 5 മക്കളെയും ഒരുക്കുന്നത് ഭർത്താവല്ല, ഭാര്യയാണ്. അതിനൊരു സപ്പോർട്ട് പോലും ചില ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കൂല. അതിന്റെ ഇടയിലാണ് ഭർത്താവ് സിറ്റ് ഔട്ടിൽ ഇരുന്ന് പത്രം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ പത്രത്തിൽ
ഉറക്കത്തിന്റെ നടുവിലെ പേജ് മിറ്റത്തേക്ക് വീണാല് അതെടുക്കാൻ പോലും ഭാര്യനെ വിളിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? റൂമിലെ ഫാൻ ഓഫ് ആക്കാൻ ഭാര്യനോട് ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? സ്വന്തം ഭാര്യ അടുക്കളയിൽ സഹിക്കുന്ന ത്യാഗത്തെ കുറിച്ച് മനസ്സിലാക്കണോ? ഇന്നഹാ തുബ്ബാഖത്തുൽ ലിത്വഅമി വഗസ്സാലത്തുൽ ലിസിയാബി. എന്റെ വസ്ത്രം അലക്കി തരുന്നത് അവളാണ്. വമുർദിയത്തുൽ ലിഔലാദി. എന്റെ സന്താനങ്ങളെ മുലയൂട്ടുന്നത് അവരാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഞാൻ അവളെ വെറുക്കാറില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുടുംബ കോടതിയിലേക്ക് മണ്ടുന്നതിന്റെ മുമ്പ്, ഭാര്യമാരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് വീട്ടിലേക്ക് അയക്കുന്നതിന്റെ മുമ്പ് ഒന്ന് ആത്മപരിശോധന നടത്തണേ. അതുപോലെ ഭാര്യമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഭർത്താക്കന്മാരോട് നല്ല സ്നേഹമുണ്ടാവണോ. അവരുടെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. രാവിലെ തണുപ്പുള്ള ദിവസമാവട്ടെ, ചൂടുള്ള നട്ടുച്ച സമയമാവട്ടെ, എന്തിനാ ഭർത്താവ് ജോലിക്ക് പോകുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം നൽകാനാണ്, നിങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ഇതിനു വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് കാരുണ്യമുണ്ടാവണേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഏറ്റവും നല്ല ഭാര്യ ആരാന്നറിയോ? ഇദാ നളറത ഇലൈഹാ, നീ അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർറത്ക, നിന്നെ അവള് സന്തോഷിപ്പിക്കുന്നതാണ്. നീ അവളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവൾ എന്നെ നല്ല ആനന്ദിപ്പിക്കുന്ന ഭാര്യ. വൈകുന്നേരം ഭർത്താവ് ഒരു 3 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണെങ്കിൽ ആ 3 മണിയാകുമ്പോഴേക്ക് ഭാര്യ നല്ല വൃത്തിയുള്ള, കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധവും നല്ല ആഭരണമൊക്കെ ഇട്ടിട്ട് ആ പുതുക്കത്തിന് അന്ന് പോയ രൂപത്തിൽ ചൊറുക്കലിങ്ങനെ നിന്ന് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ സലാം പറഞ്ഞ് കൈപിടിച്ചു ഭർത്താവിനെ ചുംബിക്കുന്ന ഭാര്യയാവണം. 3 മണിക്കാണ് ഭർത്താവ് എത്തെങ്കിൽ 2:45 ഭാര്യ ഒരുങ്ങി നിൽക്കണം ഭർത്താവിനെ സ്വീകരിക്കാൻ. മൂപ്പരുണ്ട് ഒരു 3 മണിയാകുമ്പോ അങ്ങനെ കുറച്ച് മത്തിയും കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ ഇങ്ങനെ കയറി വരുമ്പോ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഭർത്താവിന്റെ കൈ പിടിച്ച ആ മത്തിന്റെ കവറ് വാങ്ങോ, നല്ല ചീഞ്ഞ മത്തിയാണല്ലോ, നിങ്ങൾക്ക് തന്നെ എടുത്തുവച്ചതായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അതും വാങ്ങി തക്കാളിയും വാങ്ങിയിട്ട് നേരെ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിച്ചിട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട വെള്ളം ഏതാണോ ആ വെള്ളം നേരത്തെ തയ്യാറായിക്കണം. ചിലപ്പോ കട്ടൻ ചായക്കും, ചില ആൾക്കാർക്ക് കഞ്ഞിന്റെ വെള്ളമായിരിക്കും, ചില ആൾക്ക് ജ്യൂസ് ആയിരിക്കും. ഏതാണോ ഇഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് ഭർത്താവിന് വേണ്ടത് തിരിച്ചറിയാന്നുള്ള ഒരു നല്ല ഭാര്യന്റെ സ്വഭാവം. അങ്ങനെ അതെടുത്തിട്ട് കൊടുത്തു. മൂപ്പര് നല്ല വന്നിരുന്ന് റാഹത്തോടെ ബിസ്മില്ലിൽ കുടിച്ചിങ്ങനെ കഴിയുമ്പോണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് തലയിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് പറഞ്ഞു, സമയം 3:05 കഴിഞ്ഞു, ഇപ്പൊ നിങ്ങൾ പോയി കുളിച്ചാൽ നിങ്ങൾക്ക് ളുഹ്ർ ഖളാ ആവില്ല. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല ഉപദേശ. ആ ഉപദേശം ഇങ്ങനെ, അത് ഉപദേശമല്ല, എന്നാലാണ് സ്നേഹത്തിന്റെ വർത്താന. അത് കേൾക്കുമ്പോ ഭർത്താവിന്റെ എനർജിയാ. പഠിച്ചോനെ ഓള് പറഞ്ഞേട്ടാ നിസ്കാരം തന്നെ തോന്നിപ്പോകും. സംഗതി ഉപദേശം ഒന്നുമല്ല, എന്നാലും ഉപദേശം അതിന്റെ അകത്തുണ്ട്. എന്തൊരു സ്നേഹത്തോടെ മൂപ്പര് വേഗം പോയി ബാത്റൂം പോയിക്കുമ്പോ അവിടെ നല്ല തോർത്ത് അവിടെ ഉണ്ട്, സോപ്പ് ഉണ്ട്, എല്ലാം ക്ലീനാ. ബാത്റൂമിൽ കഴിയുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ട്, സുഗന്ധം ഉണ്ട് അവിടെ. അങ്ങനെ കേറിയിട്ട് മൂപ്പര് കുളിച്ചു കഴിഞ്ഞ് 3:15 ആകുമ്പോഴേക്ക് കുളിച്ചു വന്ന് ബെഡ്റൂമിൽ എത്തിക്കൊണ്ട് മുസല്ലുണ്ട്, നല്ല അത്തറ പൂശ മുസല്ല അങ്ങനെ വിരിച്ച് കിബിലേക്ക് മുന്നിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടാതെ നിസ്കരിച്ചു. മൂപ്പര് ളുഹ്റങ്ങനെ നിസ്കാരത്തെ നിൽക്കുമ്പോണ്ട് അടുക്കളയിൽ നിന്ന് മത്തിന്റെ പൊരിന്റെ സ്മെല്ല് ഇങ്ങനെ, ആ നേരത്തെ കൊടുത്ത മത്തി വറവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതും കേട്ടിട്ട് മൂപ്പര് ളുഹ്റൊക്കെ എന്ത് സ്പീഡിലാ പോയത് അറിയോ, രാജധാനി പോണ നല്ല ഉഷാറില് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ടേബിളിൽ ചോറൊക്കെ റെഡിയായി. നോക്കി, നിങ്ങൾ വരി, ഞാനും ചോറുന്നില്ല, നിങ്ങളെ കാത്തുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനെ കാത്തുക്ക ഭാര്യ. അങ്ങനെ രണ്ടുപേരും ഒപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞ വിവരം എന്തേ? നമ്മളെ ഫാത്തിമ മോള് മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ ഫുൾ A+. പഠിച്ചോനെ അൽഹംദുലില്ലാഹ്, അതൊക്കെ അന്റെ ഒരു കഴിവാ. അജ്ജല്ലേ ഒന്നും അവളെ പഠിപ്പിക്കും. ഞാൻ എനിക്ക് ഭർത്താവ് മദ്രസ എന്താന്ന് തന്നെ അറിയില്ല. അതൊക്കെ അന്റെ ഒരു കഴിവാ, അതിന്റെ ക്രെഡിറ്റ് ഒക്കെ എനിക്കാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, പഠിച്ചോനെ അതൊന്നല്ല, നിങ്ങളല്ലേ പൈസ കൊടുത്തത്, ബുക്ക് വാങ്ങിയത്, യൂണിഫോം വാങ്ങിയത്, എല്ലാം നിങ്ങളല്ലേ, നിങ്ങളെ കഴിവാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാ ഫാത്തിമ മോള് സ്കൂളിൽ വന്നത്. ആ മോള് നേരെ വന്ന് അകത്തേക്ക് കയറിയപ്പോ മോളെ വേം വാന്നാണ്
ബാപ്പ എഴുന്നേറ്റ് ഒരു ഉമ്മ കൊടുത്ത് ഉമ്മന്റെയും ബാപ്പന്റെയും മധ്യത്തിൽ ആ മകൾ ഇരുത്തിയിട്ടതാ ആ മകൾക്ക് ഒരു പ്ലേറ്റ് വെച്ചു കൊടുത്തു. ചോറിങ്ങനെ വിളമ്പിട്ടെടുത്തു. അൽഹംദുലില്ലാഹ് A+ ഒക്കെ കിട്ടി വരഞ്ഞു. ഉമ്മ പറഞ്ഞു, മോളെ ഇതൊക്കെ പഠിച്ചാലും ബാപ്പയാണ് ഇതിന്റെ ഒക്കെ ആളിട്ടോ എന്ന് പറഞ്ഞു. ബാപ്പ പറഞ്ഞല്ലോ ഉമ്മ എന്നെ പഠിപ്പിക്കാൻ എല്ലാ ശ്രമം നടത്തിയ ഉമ്മനെ ആദരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ മറന്നുപോയത് A+ മാത്രം പോരാ, ഇതിലൊക്കെ A+ വേണം എന്നും പറഞ്ഞു കൊടുത്തു. മോളിങ്ങനെ ഭക്ഷണം കഴിച്ച എല്ലാരും കഴിഞ്ഞപ്പോ 3:35 40 അസർ വാങ്ങി ഇങ്ങനെ കൊടുത്തു. അസർ വാങ്ങി കൊടുത്തപ്പോ ചോറിന്ന് എല്ലാരും കഴുകി. ബാപ്പ പറഞ്ഞു, എന്നാ പിന്നെ നമ്മളെ അസർ ജമാഅത്തെ നിസ്കരിച്ചാളാ. സുബ്ഹാനല്ലാഹ്, ബാപ്പ ഇമാമെന്ന് എന്ത് രസമുള്ള ജീവിതങ്ങളാണ്. ആരാ കാരണക്കാരി? ഈ 2:45 ഒരുങ്ങി നിന്ന നല്ല ഭാര്യയാണ് ഈ വീട്ടിലെ കുടുംബത്തിലെ സ്വർഗമാക്കിയത്. എന്നാ ചില വീട്ടിലെ സ്ഥിതി താരങ്ങള് 3 മണിക്ക് ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് മത്തിയും തക്കാളിയും പഞ്ചസാരയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ബെല്ലിങ്ങനെ കുറെ അടിച്ചിട്ടുണ്ടാവും. എടി എടി എന്തടി? ഒരടിയില്ല. ഓളേതോ ആടിന്റെ കൂട്ടിൽ ഇപ്പോൾ നീച്ചു തോന്നില്ല, അല്ലെ പശുവിന്റെ ആലയിലാ തൊഴുത്തിലുള്ളത്. കുറെ കഴിഞ്ഞ 3:10 നിങ്ങൾ വന്നീനിയോ? എന്റെ നാട്ടിലെ ഭാഷ ഞാൻ പറഞ്ഞു. ഇവിടെ പുള്ളി എന്തൊക്കെ പറയും അല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഓളുകട് വന്നപ്പോഴേക്ക് കൊണ്ടോന്ന മീൻ പൂച്ചുകൊണ്ടുപോയിട്ടുണ്ട്. പഞ്ചാരയിൽ എറുമ്പെന്ന് പറഞ്ഞ് ആകെ ഇടങ്ങറായി. ഓൽക്കാ ഭാഷ തിരിഞ്ഞു തോന്നുന്നതാ. അപ്പൊ ഏതായിരുന്നാലും ഇയാള് വന്ന് അവിടെ ഇരുന്നിട്ട് ഒരു വെള്ളം കിട്ടാൻ 15 മിനിറ്റ് ഇനി വെള്ളം ചോദിച്ചു. എന്ത് വെള്ളം അറിയില്ല. എന്തെങ്കിലും വെള്ളം കൊണ്ടുപോകുമ്പോ ഇവിടെ എന്ത് വെള്ളമാണല്ലോ നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ വെള്ളം ഇല്ലാന്നുള്ളത്. പഠിച്ച തമ്പുര ഏതായാലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നെടുത്തു. വെള്ളം കൊണ്ടുവന്നെടുത്ത് ഉപരെ കുടിച്ച് പിന്നെ കുളിക്കാൻ വേണ്ടിട്ട് ബാത്റൂം പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ബാത്റൂം പൈപ്പിൽ നോക്കുമ്പോ പൈപ്പിൽ വെള്ളമില്ല. പൈപ്പ് പിന്നെ വെള്ളമില്ലല്ലോ, ടാങ്കില് വെള്ളമില്ല. നിങ്ങൾക്ക് അറിയില്ല മോട്ടർ പിന്നെ കേടുന്നുള്ളത്. മോട്ടർ കേടുന്ന പറഞ്ഞില്ല. മോട്ടർ നന്നാക്കി അവന് കറണ്ടില്ല. എന്തൊക്കെ പ്രശ്നം. അവസാനം ഒക്കെ പാടെ വെള്ളം കോരിക്കൊണ്ട് കുളിച്ചാൽ സോപ്പ് 3 ദിവസമായി തീർന്ന്. നിങ്ങൾക്ക് അറിയില്ലേ സോപ്പ് തീർന്ന്? അവിടെയും പ്രശ്നമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മുമ്പ് എങ്ങനെയൊക്കെ കുളിച്ചൊപ്പിച്ച് വന്ന് 3:20 ആകുമ്പോ ഒന്നുണ്ടാക്കി നിസ്കരിച്ചാൽ വന്ന് നോക്കുമ്പോ ബെഡ്റൂം കയറി നോക്കുമ്പോണ്ട് ബെഡ്റൂമിൽ രാവിലെ കുട്ടി വെച്ച മൂത്രപ്പോഴും അവിടെ കിടക്കുക. അത് തുടച്ചില്ല. അതിവിടെ ആരാള്? ഞാൻ തന്നെ ഒറ്റക്ക് എടുക്കേണ്ട എല്ലാ പണി നിങ്ങൾക്ക് എഴുപ്പണ്ടായിനോ എന്ന് ചോദിച്ചിട്ട് അവർ ചാട്ട അവിടെയും ചാടി. ഇനി മൂപ്പർ അതൊക്കെ എടുത്ത് അപ്പുറത്തെ റൂം പോയി നിസ്കരിച്ചു വന്ന് ചോറ് നാമ നോക്കുമ്പോ ചോറൊക്കാൻ അരിയില്ല എന്നുള്ളത് എന്നോ നിങ്ങൾ പറയില്ലേ, അവിടെ അരിയില്ല. ആകെ ഈ വീട്ടിലെ പാത്തുമ്മ എന്ന് പറഞ്ഞ കുട്ടി ഫുള്ള് D+ ആയി ഉറപ്പാ. ആ കുട്ടിന്റെ കൂടെ ചോറുന്നാ ബാപ്പി ഉണ്ടാവില്ല. അമ്മി ഏത് സമയം ആ വീണ് കീരിയും പാമ്പും പോലെയാ. ആ വീട് ഒരു നരക വീടേക്കും സമന്ത. കാരണം ഈ 2:45 പണി തീർക്കാതെ വെറുതെ ഫോണിൽ കളിച്ച് ഫേസ്ബുക്കിൽ നിന്ന് വാട്സപ്പ് യൂട്യൂബ് ഇൻസ്റ്റന്ന് ട്വിറ്റർ അങ്ങനെ പോകുന്ന പെൺകുട്ടിയാണ് ഇതിന്റെ കാരണക്കാരൻ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ അന്വേഷിച്ച് മനസ്സിയുടെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള തീരുമാനങ്ങൾ വീട് സ്വർഗമാക്കാൻ. കഥാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ നദർത ഇലൈഹാ സറത്ക. നിങ്ങൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിന് ആനന്ദം നൽകുന്നവരാണ് നല്ല ഭാര്യമാർ. ആ നല്ല ഭാര്യമാർക്ക് ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം ഭർത്താവിന്റെ സ്നേഹവും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഇഷ്ടം സമ്പാദിച്ച നല്ല ഭാര്യയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട്. എത്രത്തോളം എന്നറിയോ? ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളിലെ അനാഥ മക്കളെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി വളർത്തിയ ഉമ്മമാരില്ലേ, അവർക്ക് നാളെ സ്വർഗത്തിൽ മുത്തി നബി തങ്ങളെ കൂടെ പ്രവേശനമുണ്ട്. ഒരിക്കൽ പോലും സന്തോഷിപ്പിക്കാതെ ജീവിക്കുന്നവരാണോ? ഒരുപാട് മറ്റു തൊഴിലുകൾ, മറ്റു ശുഗലുകൾ, മറ്റു കാര്യങ്ങളിൽ സജീവമാണ്. സ്വന്തം ഭർത്താവിനെയും മക്കളെയും സന്തോഷിപ്പിക്കാത്തവരാണോ? അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ഹറാമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിന്റെ ബുർദയുടെ മജ്ലിസിൽ നമ്മൾ വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? അമിൻ തദകൂരിജി റാനിൻ ബിദി സലമി മസ്ജിദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി.
ഹബീബായ തങ്ങളുടെ മദീനയെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോ, നബി തങ്ങളുടെ ചരിത്രം മനസ്സിലേക്ക് വരുമ്പോ നിങ്ങളെ കണ്ണുനീരൊഴുകാറുണ്ടോ? ബുർദ എന്ന് പറയുന്നത് കേവലം ഒരു പാട്ടു മാത്രമല്ല. ബുർദ ചെല്ലുന്നതിലൂടെ നിങ്ങളുടെ കൽബ് ശുദ്ധിയാകുന്നു. കൽബ് ശുദ്ധിയാകുമ്പോഴാ നല്ല സ്വഭാവമുണ്ടാകുന്നത്. നല്ല സ്വഭാവമുണ്ടാകുമ്പോഴാ നല്ല കുടുംബമുണ്ടാവുന്നത്. ഭർത്താവിനോട് മാപ്പ് ചെയ്യാനുള്ള മനസ്സുള്ള ഭാര്യ, ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കാൻ മനസ്സുള്ള ഭർത്താവ്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന സൽസ്വഭാവമുള്ളവര് സ്വർഗത്തിലെ വലിയ സ്ഥാനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് നിന്ന് നമ്മളൊക്കെ പോവാനുള്ളവരാണ്. മരിക്കുന്ന സമയം നമ്മൾ കാണണോ? ആ ഹബീബിലേക്ക് മനസ്സടുപ്പിക്കണോ? ഹബീബിലേക്ക് നമ്മളെ മനസ്സ് അടുത്തു എന്നതിന്റെ അടയാളം നമ്മുടെ സ്വഭാവം നന്നാവലാണ്. ഒരാളോടും വെറുപ്പില്ല. അപ്പ് കൊടുക്കുന്ന മനസ്സിന്റെ പേരാണ് മുത്തുനബി തങ്ങളെ മനസ്സ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സാക്ഷാല് അബൂജഹൽ എന്ന് പറയുന്ന നബി തങ്ങളെ ശത്രു അള്ളാന്റെ ഹബീബിനെ സൽക്കാരത്തിന് വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് വരുന്നതിന്റെ മുമ്പ് റസൂലുള്ള വരുന്ന വഴിയിൽ വലിയൊരു കുഴിയുണ്ടാക്കി വെച്ചു. ആ കുഴിയിൽ മുഹമ്മദ് നബി വീഴുന്നത് കണ്ട് ചിരിക്കാൻ വേണ്ടി കാത്തിരുന്നു. നബി തങ്ങളോട് അള്ളാഹ് പറഞ്ഞു അവിടെ പോവേണ്ടതില്ല. നബി തങ്ങളെ ക്ഷണിക്കാൻ പോയ അബൂജഹൽ തിരിച്ചു വരുമ്പോ ഉണ്ടാക്കിയ കുഴി മറന്നുപോയി. അബൂജഹൽ തന്നെ കുഴിയിൽ വീണു. അബൂജഹലിന്റെ കുഴി വീണു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു ബസ്സിന് കാത്തുക, നമ്മള് നിർത്താതെ ബസ് പോയ പടച്ചോനെ ആ ബസ് അപ്പുറത്ത് എന്തെങ്കിലും ആവട്ടെ എന്നൊരു വല്ലാത്തൊരു ചിന്ത നമ്മള് മനസ്സിലുണ്ടാവും. നിർത്താതെ പോയ ബസ്സാണ്. അള്ളാന്റെ ഹബീബിനെ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ട് നബിതങ്ങൾ വരുമ്പോ കുഴിയിൽ വീണത് ഇങ്ങനെ കാണുമ്പോ കൈയടിക്കാൻ വേണ്ടി അബൂജഹൽ ആളെ വെച്ചതാ. നബിതങ്ങൾ വരൂല എന്ന് പറഞ്ഞു അബൂജഹൽ കുഴി വീണു. അബൂജഹൽ ഭയങ്കര ആരോഗ്യമുള്ള ആളാ, ഞാൻ പല്ലി കിടക്കുന്നില്ല. അങ്ങനെ കുഴിയിൽ നിന്ന് എത്ര വന്നിട്ട് കേറാൻ കഴിയുന്നില്ല. അവസാനോ ആളുകളോട് അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനോട് പോയിട്ട് പറയുന്ന ഒവ്വൊരു പാവ ഒവ്വൊരു കയറ്റി തരും കേട്ടാ. അബൂജഹലിന്റെ മനസ്സിൽ പോലും റസൂലുള്ളാഹിനെ പറ്റിയുള്ള ധാരണത. നബിതങ്ങൾ വന്നിട്ട് അബൂജഹലിനെ കയറ്റി കൊടുത്തു. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ശത്രുവിനെ പോലും, കഠിനമായ ശത്രുവിനെ പോലും അഫ്വ് കൊടുത്തിട്ട് ലോകത്തിന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല അഫ്വ് കൊടുക്കാനുള്ള മനസ്സ് ഇന്ന് പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നം എന്താ, ഓൾ അത് പറഞ്ഞത് അത് ഞാൻ പൊരുത്തെടുക്കും എന്ന് പറയുന്ന മനസ്സ് മാറിയിട്ട് എന്തും പൊറുക്കാനും മറക്കാനും കഴിയുന്ന മനസ്സ് നോക്കൂ നിങ്ങൾ. പടച്ച റബ്ബ് നമ്മൾ എന്തൊക്കെ ചെയ്താൽ അത് മറന്നിട്ടല്ലേ നമുക്ക് അള്ളാഹ് നിയമത്ത് തരുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റ് പ്രകാരം അള്ളാഹു നമ്മളെ ശ്വാസം ഓക്സിജൻ എന്നോ പിടിച്ചോക്കണം, നമ്മുടെ വെള്ളം പിടിച്ചോക്കണം. പക്ഷേ അതൊക്കെ നമുക്ക് അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മുത്തുനബി തങ്ങളെ മദ്ഹ് പാടുക എന്നുള്ളത്. അള്ളാന്റെ റസൂലിന്റെ ബുർദ പാടിയാൽ കൽബ് ശുദ്ധിയാകും. അതുകൊണ്ടാണ് ഇമാം ബുസ്രി റളിയല്ലാഹുവിന്റെ തുടക്കം തന്നെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഓർത്തുമിൽഹു ശബ്ബഅലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യംഫതിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നമ്മുടെ ശരീരം പിഞ്ചു മക്കളെ പോലെയാണ്. അതിനെന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ വളർന്നു വരൂ. അതുകൊണ്ട് നല്ല അഫുവിന്റെ മാപ്പിന്റെ മനസ്സുമായി നമ്മുടെ മനസ്സിന് വിഷ കിട്ടാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ബുർദ, രോഗത്തിനുള്ള മരുന്നാണ്. ആ ബുർദയുടെ സദസ്സ് എന്നും ചൊല്ലണം. ഒരൽപ്പം ബുർദ, ഒരു ഫസലെങ്കിലും ചൊല്ലണോ. നമ്മുടെ മക്കളൊക്കെ ബുർദ പഠിപ്പിക്കണോ. ഈ സംവിധാനം ഇവിടെ എല്ലാ കാലത്തും നിലനിൽക്കണോ.